നമസ്കാരം. കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആരോപണ പ്രത്യാരോപണ തന്ത്രങ്ങൾ കൊണ്ട് ഏവരും കാത്തിരുന്നത് പാലക്കാട് റിസൾട്ടിനെയാണ്. ഒടുവിൽ പെട്ടി തുറന്നപ്പോൾ റെക്കോർഡ് ജയം, അതായത് 2016 ഷാഫി പറമ്പിൽ നേടിയ 17,483 ഭൂരിപക്ഷം മറികടന്ന് രാഹുൽ മാങ്കൂട്ടം 18,840 വോട്ടിന് കന്നി അംഗം വിജയിച്ചിരിക്കുകയാണ്. ഇത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഇതുവരെയുള്ളതിനെ മറികടന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് BJPക്കാണ്. നേമത്ത് നിന്ന് രാജഗോപാലിന് ശേഷം രണ്ടാമതൊരു നിയമസഭാ അംഗമായി C കൃഷ്ണകുമാറിനെ BJP ഉറപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ 10,000-ലധികം വോട്ടുകൾ കുറഞ്ഞത് BJPയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് വിമതനായി എത്തിയ P സരിനിലൂടെ മണ്ഡലം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കാമെന്ന് കരുതിയ LDFനും പ്രതീക്ഷകൾ അസ്തമിച്ചു. 3ാം സ്ഥാനത്തായെങ്കിലും നേരത്തേക്കാൾ 1000 വോട്ട് കൂടി എന്നത് മാത്രമാണ് LDFന് ആശ്വസിക്കാനുള്ളത്. UDFന് 58,389 വോട്ടും NDAക്ക് 39,549 വോട്ടും LDFന് 37,293 വോട്ടും ലഭിച്ചു. പാലക്കാടിലെ ആകെയുള്ള 184 ബൂത്തിൽ 109ലും രാഹുൽ മാങ്കൂട്ടം ഒന്നാമതെത്തുകയുണ്ടായി. ബൂത്തുകളിലെ ലീഡ് നോക്കിയാൽ 59% കോൺഗ്രസിനുള്ളത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീധരനിലൂടെ BJPക്ക് കിട്ടിയത് 50,220 വോട്ടാണ്. 2024 39,549 വോട്ടാണ് C കൃഷ്ണകുമാറിന് ലഭിച്ചത്. വളരെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയ ഉപതെരഞ്ഞെടുപ്പ് ആയിരുന്നു പാലക്കാട് നടന്നത്. പിന്തുടർച്ചാ വിവാദം, ഡീൽ വിവാദം, പെട്ടി വിവാദം ഇവയെല്ലാം വലിയ ചർച്ചയായി. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ഇടിച്ചു കയറി. ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നിവ UDFനും തുണയായി. പാലക്കാട് നഗരസഭയിൽ BJPക്ക് തങ്ങളുടെ ആധിപത്യം നിലനിർത്തുവാനായില്ല. തുടക്കം മുതൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത, ഗ്രൂപ്പ് വഴക്ക് എന്നിവ BJPക്ക് തിരിച്ചടിയായി. പാലക്കാട് മണ്ഡലം രൂപീകരിച്ച ശേഷം ഇതുവരെ നടന്ന 17 തിരഞ്ഞെടുപ്പുകളിൽ ഇതോടെ 12ഉം UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ നോട്ടയ്ക്ക് 1,262 വോട്ടുകൾ ലഭിച്ചു എന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ കലാപക്കൊടി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുവാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിജയത്തോടെ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം കോമ്പിനേഷൻ UDFൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. 3 തവണ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഷാഫി പറമ്പിലിനെ വടകര MP ആക്കാൻ മാറ്റിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നറുക്കു വീണത്. K മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്ന അവസ്ഥയിലായിരുന്നപ്പോഴാണ് ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചത്. ഇതോടെ മുഴുവൻ സമ്മർദ്ദവും ഷാഫി പറമ്പിലിന്റെ തലയിലായി. എന്നാൽ പാലക്കാടിന്റെ മനസ്സറിഞ്ഞ ഷാഫിക്ക് രാഹുലിന്റെ വിജയത്തിനുള്ള സകല തന്ത്രങ്ങളും പ്രയോഗിക്കുവാനും കഴിഞ്ഞു. തുടക്കത്തിൽ പിണങ്ങി നിന്ന ജില്ലാ കോൺഗ്രസിനെയും മറ്റു നേതാക്കളെയും പിണക്കം മാറ്റി ഒത്തൊരുമയോടെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞതാണ് UDFന് വിജയം സമ്മാനിച്ചത്. LDFന്റെ പല തന്ത്രങ്ങളും അവർക്കെതിരെ തിരിച്ചുവിടുവാനും UDFന് കഴിഞ്ഞു. നേതാക്കളുടെ തന്ത്രങ്ങളാണ് വിജയം സമ്മാനിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വിവാദങ്ങളാണ് ശരിക്കും UDFന് തുണയായത്. ഇതോടൊപ്പം BJPയിൽ നിന്ന് സന്ദീപ് വാര്യരെ അടർത്തിയെടുത്തതും BJPയിലെ വിഭാഗീയതയും UDFന് നേട്ടമായി മാറി. പാലക്കാട് നേടിയ മിന്നും ജയം VD സതീശന് കൂടുതൽ ശക്തി ആർജിക്കുവാൻ സഹായിക്കുകയാണ്. കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് ഷാഫി പറമ്പിലും എത്തിക്കഴിഞ്ഞു. പുതിയ യുവതാരമായി രാഹുൽ മാങ്കൂട്ടവും മാറിക്കഴിഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ പരിക്ക് പറ്റിയത് മന്ത്രി MP രാജേഷിനാണ്. നീല ട്രോളി, പത്രപരസ്യം തുടങ്ങിയവയെല്ലാം CPMന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് സുധാകരനും തമ്മിലുള്ള ഭിന്നതയ്ക്കിടയിലും പാലക്കാട് നേടിയ വിജയം VD സതീശന്റെ തന്ത്രങ്ങൾക്ക് അംഗീകാരമായി മാറി. പ്രതിപക്ഷ നേതാവിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് പ്രവർത്തനം ഫലം കണ്ടു എന്നതാണ് ഈ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ മറ്റൊരു നിർണായക ഘടകമായി മാറിയത് സന്ദീപ് വാര്യരാണ്. പിണങ്ങി നിന്ന സന്ദീപ് വാര്യരെ CPM ആദ്യം സ്വാഗതം ചെയ്തുവെങ്കിലും രാഖ്യുരാമാനം കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത് തന്നെ കോൺഗ്രസിന്റെ വൻ വിജയമായി മാറി. ട്രോളി ബാഗ്, ഇരട്ട വോട്ട്, പത്രപരസ്യം ഇവ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ എന്നുകൂടി പറയുകയാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് അധ്യായമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.